കഴിഞ്ഞ 10 വർഷക്കാലമായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുവാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂടത്തിൽ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പിണറായി വിജയനെ കുറിച്ചിട്ട് എന്തൊക്കെയോ നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. കുറേ പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് രാഹുലിനെ സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന്. പൊന്നു പ്രേക്ഷകരെ, നാളെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒരു പെൺകുട്ടി വന്നിട്ട് എന്നെ നരേന്ദ്രമോദി പീഡിപ്പിച്ചു എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കും. നേരെ മറിച്ചിട്ട് പിണറായി വിജയനെതിരെ ഒരു പെൺകുട്ടി എന്നെ പീഡിപ്പിച്ചു എന്ന് കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നിൽക്കും. ഇതും ഇവിടെയും രാഹുലിന്റെ കേസും അങ്ങനെ തന്നെയാണ്. നമ്മൾ സത്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൊന്നു പ്രേക്ഷകരെ, അതാരും അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കണ്ട. ഇന്ന് രാഹുൽ മാങ്കൂടത്തിൽ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, മറക്കാതെ ഈ കുഞ്ഞു വിരൽ കൊണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. കഴിഞ്ഞ 10 വർഷക്കാലമായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുവാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിച്ച സമയത്ത് പ്രതിപക്ഷത്തെ നേരിടുവാൻ സർക്കാരും സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ട് സംഘവും നിരന്തരമായി ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ആക്രോശങ്ങൾ. പക്ഷേ ഇതിലൊന്നുപോലും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദുരന്തത്തിൻ്റെ സമയത്തെന്നല്ല, ഏത് സമയത്തും പറയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയം. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ കാമ്പുള്ള കഴമ്പുള്ള രാഷ്ട്രീയം പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? നമ്മുടെ നാട് അടിയന്തരമായി അതിജീവിക്കേണ്ടുന്ന കെടുതി മഴക്കെടുതിയാണോ മാർക്സിസ്റ്റ് കെടുതിയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. മഴയെ നമ്മൾ എന്തായാലും അതിജീവിക്കും. പക്ഷേ ഈ മാർക്സിസ്റ്റ് വിലാപത്തെ നമുക്ക് എന്നാണ് അതിജീവിക്കാൻ കഴിയുമെന്നറിയില്ല. വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു അത്രേ. വി.ഡി. സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലാണോ? അല്ല. ശ്രീ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2020 മുതൽ 2026 വരെ 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഈ വർഷം ആ ഹെലികോപ്റ്റർ പറന്നാലും പറന്നില്ലെങ്കിലും നമ്മൾ 8 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ കൊടുത്തേ പറ്റൂ. ഒന്ന് ആലോചിക്കണം. 40-50 കോടി രൂപയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടുമ്പോഴാണ് 6 വർഷത്തേക്കിന് 48 കോടി രൂപ വാടകയ്ക്കെടുത്തിട്ട് വിജയൻ ഈ ദൂർത്ത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ കരാറിന്റെ പ്രത്യേകത, പറന്നാലും പറന്നില്ലെങ്കിലും ഒരു മാസം ഏതാണ്ട് 1 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും. പിന്നീട് അധികമായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ പൈസ പോകുന്ന പ്രത്യേക വ്യവസ്ഥിതി നമ്മുടെ വിജയൻ സർ ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. പിന്നെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്തതിൽ എന്താണ് തെറ്റത്? രാഹുൽ പറയുന്ന ബാക്കി വെച്ച് തരാം. ഒരു കാര്യം പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ വി.ഡി. സതീശൻ. അപ്പോൾ അങ്ങേർക്ക് നല്ല രീതിയിൽ തിരക്കുണ്ടാവും. അങ്ങേര് ട്രെയിനിൽ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതുകൊണ്ടാണ് അങ്ങേര് ഹെലികോപ്റ്ററിൽ പോയത്. പൊന്നു പ്രേക്ഷകരെ, അത് ഞാൻ ന്യായീകരിക്കുന്നതല്ല, ഉള്ള കാര്യം പറയുന്നതാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഇനി അങ്ങനെ തെറ്റുണ്ട് എങ്കിൽ ശ്രീ വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പോകുവാൻ വേണ്ടി മുൻപ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവാദത്തിലായത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ടായതുകൊണ്ട് അതിൻ്റെ വാടക തുക മുഴുവൻ CPM എന്ന് പറയുന്ന പാർട്ടി സർക്കാരിലേക്ക് അടയ്ക്കുമെന്നാണ്. ആ സർക്കാരിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഹെലികോപ്റ്റർ വാടക അടച്ചതിന്റെ ആ രസീത് ചീട്ട് ഒന്ന് കാണിക്കാൻ കഴിയുമോ സഖാക്കളെ? അപ്പോൾ പറന്നാലും പറന്നില്ലെങ്കിലും 48 കോടി രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ എടുത്ത ശ്രീ വിജയനാണോ കുറ്റക്കാരൻ? പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ടുന്ന ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്ത ശ്രീ വി.ഡി. സതീശനാണോ കുറ്റക്കാരൻ? നിങ്ങൾ വിലയിരുത്തുക. ജയന് ശേഷം കേരളത്തിൽ ഹെലികോപ്റ്ററിനെ ഇത്രയും പോപ്പുലർ ആക്കിയത് വിജയനാണ് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹെലികോപ്റ്റർ ക്യാപ്സ്യൂൾ ആകെ തകർന്ന് തരിപ്പണമായി. ആ ജാളിത മറയ്ക്കുവാൻ സ്ഥിരമായി എയറിൽ ജീവിക്കുന്ന ചില CPM നേതാക്കന്മാർ കൊണ്ടുവന്ന പുതിയ കുത്തിത്തിരിപ്പായിരുന്നു നാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന്. എന്താണ് സത്യം? ഇന്നലെ ശ്രീ വി.ഡി. സതീശന്റെ പരിപാടികൾ മലപ്പുറം ജില്ലയിലായിരുന്നു. പരിപാടികൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടവും എൻ്റെ ഔചിത്യവുമാണ്. അത് വന്നു കയറുന്ന ആൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തെ ഇവർക്ക് വിരുന്നായിട്ടാണ് തോന്നിയത്. CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഈ വിമർശനത്തെ നമ്മളും ഏറ്റെടുക്കുമായിരുന്നു. അതിനെ ഈ നാട് കഴമ്പുള്ളതായി കാണുമായിരുന്നു. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഒരു വിരുന്ന് സംഘടിപ്പിച്ചതാണ് എങ്കിൽ. എന്നാൽ ഇതല്ല. പറച്ചിൽ കേട്ടാൽ തോന്നും നിപ്പയുണ്ടായ സമയം, കോവിഡ് ഉണ്ടായ ഏതാണ്ട് 2-3 വർഷക്കാലമൊക്കെ ശ്രീ വിജയൻ കേരളത്തിൽ ഉണ്ണാവൃതം ഇരുന്നിട്ടാണ് നമ്മുടെ നാടിനെ ഈ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഓർത്തുപോകും. രാഹുൽ പറയുന്ന ബാക്കി വെച്ച് തരാം. 100% ശരിയല്ലേ രാഹുൽ പറയുന്നത്? അതായത് ദുരന്തം, പൊന്നു പ്രേക്ഷകരെ, ദുരന്തം വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു ദുരന്തം വന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷിക്കുന്നത് തെറ്റാണോ? ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും ഒരുമിച്ചിരുന്ന് എന്തിനു ഭക്ഷിച്ചു എന്നാണ് CPM പറയുന്നത്. അത് തെറ്റാണ് പൊന്നു CPM-കാരെ. ബാക്കിയും കൂടി കേൾക്കാം. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരോടുള്ള വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ ദുരന്ത കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കഴിക്കുന്ന ബിരിയാണിക്കകത്ത് ചിക്കൻ പീസ് ഉണ്ടോ എന്ന് ചെയ്യുന്ന വലിയ ദുരന്തങ്ങളായി മാറാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ട് എങ്കിൽ
ജനങ്ങൾക്ക് വേണ്ടി അത് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ജനങ്ങൾ കൈയടിക്കും, സർക്കാർ ആവശ്യമായ തിരുത്തലുകളും വരുത്തും. ഇനി ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശിക്കുവാനുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. മഴ പെയ്ത് ദുരന്തമുണ്ടായാൽ മാത്രം ദുരിതാശ്വാസത്തെപ്പറ്റി ചിന്തിച്ചിരുന്ന വിജയന്റെ ദുരന്ത സർക്കാരിൽ നിന്ന് മാനത്ത് മഴക്കാറ് കാണുന്നതിന് മുൻപ് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന UDF സർക്കാരിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുള്ള മന്ത്രിയായും ശ്രീ AP അനിൽകുമാർ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി അവർ ഒരുമിച്ച് നടത്തിയ മീറ്റിംഗ് കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ കാലവർഷക്കെടുതികളെയും അതിജീവിക്കുവാൻ ആവശ്യമായി കേരളത്തെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ കിട്ടാതിരുന്നിട്ട് കൂടി 31-ാം തീയതി പെയ്ത മഴയ്ക്ക് 29-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാരിന് തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ കഴിഞ്ഞത്. 29-ാം തീയതി തന്നെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുടെയും പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗുകൾ നടത്തിയിരുന്നു. ഓക്കെ, രാഹുൽ പറഞ്ഞത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബാക്കി കേൾക്കാം. അതോടൊപ്പം തന്നെ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അടിയന്തരമായ സാഹചര്യങ്ങളിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറും മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. ജൂലൈ 20-ന് മുൻപ് തന്നെ ഓറഞ്ച് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രോട്ടോക്കോളുകളും കൃത്യമായി പാലിക്കപ്പെട്ടു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ, റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാറും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ മീറ്റിംഗിന്റെ ഭാഗമായി ഉറപ്പുവരുത്തിയിരുന്നു. 31-ാം തീയതി മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുമായി അടിയന്തര മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിന്റെ പ്രത്യേകത, മീറ്റിംഗ് 11 മണിക്ക് നടക്കുന്ന സമയത്ത് തന്നെ അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ, പത്തനംതിട്ടയിൽ ശ്രീ PC വിഷ്ണുനാഥും ഇടുക്കിയിൽ അനൂപ് ജേക്കബും അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അവർ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഈ സംസ്ഥാന സർക്കാർ അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പ് തുറക്കുവാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി അവിടെ എക്യുപ്മെന്റ്സ് വാങ്ങുവാൻ വേണ്ടിയിട്ടും പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി വെച്ച് തരാം. പൊന്നുപ്രേക്ഷകരെ, നടക്കുന്ന മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഒരു യുവതി, ഒരു അമ്മ, നല്ല പ്രായമായിട്ടുള്ള ഒരമ്മ രാഷ്ട്രീയം കളിക്കുകയാണ് ഇപ്പോൾ. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ തൽക്കാലം രാഹുൽ പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ വാർഡ് 1-ന് 25,000 മുതൽ 50,000 രൂപ വരെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ക്ലീനിങ് പ്രോസസ്സിന് ആവശ്യമാണ് എങ്കിൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വെള്ളപ്പൊക്കമുണ്ടായി 2ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലീനിങ് പ്രോസസ്സിലേക്കാണ്. അത്ര പ്രൊആക്റ്റീവായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിരിക്കുന്നത്. 9 NDRFന്റെ ടീം കേരളത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ മഴയ്ക്ക് മുൻപ് എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രീ ഒക്കുപ്പൈഡ് ആണ് സംസ്ഥാന സർക്കാർ എന്ന് തെളിയിക്കുവാൻ അതിനപ്പുറം എന്തെങ്കിലും ഉദാഹരണം വേണോ? കരസേന, നാവികസേന അടക്കമുള്ള ആളുകളുടെ സേവനം ഈ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, മഴ പെയ്തുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കേരളത്തിന്റെ സ്വന്തം സ്വകാര്യ നാവികസേനയായ മത്സ്യത്തൊഴിലാളികളെ വിന്യസിക്കുവാനും സംസ്ഥാന സർക്കാരിന് വളരെ വിജയകരമായി തന്നെ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വലിയ മഴക്കെടുതി ഉണ്ടായിട്ടും അതിന് ആനുപാതികമായിട്ടുള്ള ദുരന്തമുണ്ടാകാതെ നമുക്ക് ഈ നാടിനെ ചേർത്ത് നിർത്തുവാൻ കഴിഞ്ഞത്. ഈ മനുഷ്യരുടെ എല്ലാം അധ്വാനവും ആ അധ്വാനത്തെ എല്ലാം ഏകോപിപ്പിക്കുവാൻ ഇവിടെ കരുത്തുറ്റ ഒരു സർക്കാരുണ്ട് എന്നുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസവുമാണ്. ഓക്കെ, ബാക്കി വെച്ച് തരാം. രാഹുൽ പറഞ്ഞത് ശരിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഈ സർക്കാരിലേക്ക് എത്തുമ്പോൾ എൻ്റെ നോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന PR തള്ള് ഈ സർക്കാരിൻ്റെ കാലത്തിൽ. അതുകൊണ്ട് ജോലി കൃത്യമായി നടക്കുന്നുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഒരു നാടൊന്നിച്ച് ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വില കുറഞ്ഞ പരിഹാസങ്ങളും ട്രോളുകളുമായി സോഷ്യൽ മീഡിയയിൽ 10 ലൈക്ക് നേടാം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ജാള്യത ഒന്ന് മറയ്ക്കാമെന്ന് കരുതുന്ന പ്രതിപക്ഷം മഴക്കെടുതിയേക്കാൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് മറ്റു ദുരന്തങ്ങളെ, നിപ്പയും പ്രളയവുമൊക്കെ ശീലിച്ച മലയാളിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദുരന്തത്തെയും നേരിടുവാൻ നമുക്ക് കരുത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങിയാൽ 1 സെക്കൻഡ് പോലും പാഴാക്കാതെ സംസ്ഥാന സർക്കാർ ക്രമീകരിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നമ്മൾ അടിയന്തരമായി മാറേണ്ടതായിട്ടുണ്ട്. 100ഓളം ക്യാമ്പുകളാണ് ഇതിനോടകം സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്യുവാൻ പഞ്ചായത്തുകൾക്ക് പണം വകയിരുത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വസ്ത്ര സാധനങ്ങളും അതുപോലെ തന്നെ
മരുന്നുകളുമെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്തിച്ചിട്ടുണ്ട്. അടിയന്തര ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ എല്ലാ ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്തും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സേവനങ്ങളെല്ലാം നമ്മൾ ലഭ്യമാക്കി. ആവശ്യത്തിലധികം ഡിങ്കി ബോട്ടുകളും സംസ്ഥാന സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും നമ്മളെല്ലാവരും കൂടെ കോർഡിനേറ്റിംഗ് ആയി ഒറ്റ ടീമായിട്ട് നിന്നിട്ട് വേണം നമുക്ക് ഈ ദുരന്തത്തെ നേരിടുവാനായിട്ട്. ഓക്കെ, ഇപ്പോൾ കുറേ CPM-കാർ പറയുന്നത്, ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, എന്തായാലും പറയണം, അവർ പറയുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല, അതായത് VD സതീശൻ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. പൊന്നു പ്രേക്ഷകരെ, അല്ല, ഒരു വീഡിയോ ദൃശ്യം ആദ്യം വെച്ച് തരാം. ഒരു അമ്മ പറയുകയാണ്, ഞങ്ങൾക്ക് സൗകര്യമില്ല, ദുരിതാശ്വാസ ക്യാമ്പിൽ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുകയാണ്. നമുക്ക് ആ അമ്മ പറയുന്ന വീഡിയോ ആദ്യം കേൾക്കാം, അതിനുശേഷം അതിന്റെ സത്യാവസ്ഥ എന്ത് ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, എന്തിനാ ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല, വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഈ ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത്? ഗുളികയില്ല. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും ഇല്ലെന്നാണ്. എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോയിനായി ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. ഓക്കെ, ഒരു കാര്യം പറയാം ഞാൻ. എന്തിനാണ് ക്യാമ്പിലേക്ക് മാറ്റുന്നത്? പൊന്നു പ്രേക്ഷകരെ, വലിയൊരു മഴ വരുമ്പോൾ, വലിയൊരു പ്രളയം വരും, ജീവന് അപായപ്പെടും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പാവങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് തൽക്കാലം തള്ളുകയാണ്. ഓക്കെ, അതായത് ഒരു 10 മിനിറ്റെങ്കിലും, ഇപ്പോൾ 10 മിനിറ്റിൽ ഈ ബിൽഡിംഗ് ഒക്കെ വീഴുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ എന്നെ വലിയൊരു AC റൂമിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. എവിടെയെങ്കിലും എന്നെ സംരക്ഷിക്കേണ്ടേ? അത് തന്നെയാണ് ഇവിടെ നടന്നത്. അതായത് തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് അവരെ ഒട്ടും സൗകര്യമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി. എന്നാൽ അവിടെ ഇപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന അമ്മ സംസാരിക്കുമ്പോൾ തന്നെ അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ്. അപ്പോൾ അതായത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കും. എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂർ പോകുന്നതല്ലല്ലോ. അല്ലെങ്കിൽ ഒരു 10-ാം തീയതി ഞങ്ങൾ ഈ പറയുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നു എന്നൊരു 10 ദിവസം മുമ്പേ നമ്മൾ പ്ലാൻ ഇട്ട് പോകുന്നതല്ലല്ലോ. അപ്പോൾ അത് ഇത്തിരി ചിന്തിച്ചാൽ മതി. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ഓക്കെ, ബൈ.